അമേരിക്കയിൽ ജൂലൈ 17 മുതൽ 21 വരെ ഇൻഡ്യാനാപോളിസിൽ വെച്ച് നടക്കുന്ന ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിന് മുന്നോടിയായി ആയിരക്കണക്കിന് മൈലുകൾ കാൽനടയായി തീർത്ഥാടനം നടത്താൻ യുവജനങ്ങൾ. നഗരവീഥികളിലൂടെയും ഗ്രാമപ്രദേശങ്ങളിലൂടെയും വിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ സജീവ സാന്നിധ്യം സാക്ഷ്യപ്പെടുത്തി കാൽനട തീർത്ഥാടനം നടത്താനാണ് യുവജനങ്ങൾ ഒരുങ്ങുന്നത്. 6500 മൈലിലധികം ദൂരം 4 വ്യത്യസ്ത വഴികളിലൂടെ നടന്ന് സഞ്ചരിച്ച് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്ന ജൂലൈ മാസത്തിൽ ഇൻഡ്യാനാപോളിസിൽ എത്തുവാനാണ് ഇവരുടെ തീരുമാനം. ഓരോ റൂട്ടിലും 6 പേർ എന്ന നിലയിൽ 19നും 29നും ഇടയിൽ പ്രായമുള്ള 24 തീർത്ഥാടകർ വെയിലും മഴയും അവഗണിച്ച് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനാണ് ഒരുങ്ങുന്നത്. 4 വ്യത്യസ്ത പാതകളിലും തീർത്ഥാടകർ ഓരോ ദിവസവും 1015 മൈലുകൾ സഞ്ചരിക്കും. ഇവരുടെ ആത്മീയ പര്യടന യാത്രയുടെ ഭാഗമായി ദിവ്യകാരുണ്യ പ്രദക്ഷിണവും വൈദികർ ഒരുക്കുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ നിരവധി യുവജനങ്ങൾ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുവാൻ അപേക്ഷ നൽകിയിരുന്നു. വിശുദ്ധ കുർബാനയോടുള്ള തൻ്റെ ഇഷ്ടത്തിലാണ് ഇതിൽ പങ്കുചേരുന്നതെന്നും യേശു ഒരുക്കുന്ന അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും വാഷിംഗ്ടൺ DC-യിൽ ബിരുദ പഠനം നടത്തുന്ന ജർമ്മനി സ്വദേശിയും 27-കാരിയുമായ കെയ് വെയ്സ് പറഞ്ഞു. അമേരിക്കയിൽ ദിവ്യകാരുണ്യ ആഭിമുഖ്യം വളർത്തുന്നതിനായുള്ള വിവിധ പരിപാടികളുടെ ഭാഗമായി 2024 ജൂലൈ 17 മുതൽ 21 വരെ ഇൻഡ്യാനാപോളിസ് കോട്ട്സിൻ്റെ ഹോം സ്റ്റേഡിയമായ ലുക്കാസ് ഓയിൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തുക. ഏതാണ്ട് 80,000-ഓളം കത്തോലിക്കർ ഈ കോൺഗ്രസിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ അമേരിക്കൻ മെത്രാൻ സമിതിയുടെ ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളുമായി ഫ്രാൻസിസ് പാപ്പ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമേരിക്കൻ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തെ അടയാളപ്പെടുത്തുന്നതായിരിക്കും ദിവ്യകാരുണ്യ കോൺഗ്രസ് എന്നാണ് കൂടിക്കാഴ്ചയ്ക്കിടെ പാപ്പ പറഞ്ഞത്.